إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ها أنتم هؤلاء تدعون لتنفقوا في سبيل الله فمنكم من ومن يبخل فإنما يبخل عن نفسه والله الغني وأنتم الفقراء وإن تتولوا يستبدل قوما غيركم ثم لا يكونوا أمثالكم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് ധാരാളം ആവശ്യങ്ങൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കാറുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല രണ്ട് ആവശ്യങ്ങൾ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ഒന്ന് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു, അല്ലാഹുവിനെ സഹായിക്കുക, അഥവാ റബ്ബിൻ്റെ മതത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അല്ലാഹുവിൻ്റെ മതം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന്, അതിൻ്റെ സന്ദേശം മാനവിക സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ പടച്ചവനെ സഹായിക്കുകയാണെങ്കിൽ പടച്ചവൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള നസ്ർ, ആ സഹായം അത് ദഅവത്താണ് പ്രധാനമായിട്ടും എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഇനി രണ്ടാമത്തേത് അള്ളാഹു നമ്മളോട് ചോദിച്ച കാര്യം. നമ്മൾ അള്ളാഹുവിനോട് പലതും ചോദിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല പലതും നൽകിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം വലിയ പ്രയാസവും വലിയ കുഴപ്പങ്ങളിലും നമ്മുടെ ജീവിതം അകപ്പെട്ടു പോകും. ആ നമ്മളോട് അള്ളാഹ് അങ്ങോട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ അതിലെ രണ്ടാമത്തെ കാര്യം അള്ളാഹു പറഞ്ഞു, ഇൻ തുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, നിങ്ങളിൽ ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് ഒരു ഹസനായിട്ടുള്ള നല്ലതായിട്ടുള്ള കടം ആരാണ് കൊടുക്കുക? റബ്ബ് ചോദിക്കാണ്, ഇൻ തുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, നിങ്ങൾ അള്ളാഹുവിന് നല്ല ഒരു കടം കൊടുക്കുമോ? യുദാഇഫു ലക്കും വയഗ്ഫിർ ലക്കും, അങ്ങനെ നിങ്ങൾ കടം കൊടുത്താൽ
അള്ളാഹു സുബ്ഹാനഹു വതആല ആ കടത്തെ ഇരട്ടിയാക്കി തരും, ഇരട്ടിയാക്കി മടക്കി തരും. വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് പടച്ചവൻ പുറത്തു കൊടുക്കുകയും ചെയ്യും. വല്ലാഹു ശക്കൂറുൻ ഹലീം, അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം നന്ദിയുള്ളവനും അങ്ങേയറ്റം ഔദാര്യമുള്ളവനുമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കടം കൊടുക്കുമോ എന്നാണ് അള്ളാഹ് ചോദിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നിങ്ങൾ കടം കൊടുക്കുമോ എന്ന് റബ്ബ് ചോദിക്കുക. എന്താണ്? പടച്ചവൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധനം ചെലവഴിക്കൂ എന്നാണ് പറഞ്ഞത്. അതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മജാസിയായിട്ട്, ഒരു ആലങ്കാരികമായിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ പരിചയപ്പെടുത്തിയത് പടച്ചവന് കടം കൊടുക്കുക എന്നാണ്. എനിക്ക് കടം തരുമോ, നല്ല ഒരു കടം തരുമോ എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. വിശ്വാസിനോട് രണ്ടാമത്തെ ചോദ്യം അള്ളാഹ് ചോദിച്ചതാ. ഒന്നാമത്തത് നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്നാണ് ചോദിച്ചത്. ഖിതാലും ജിഹാദും നമ്മളെ സംബന്ധിച്ച് ജിഹാദിൻ്റെ കാലഘട്ടം ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരിയില്ലാത്ത ഒരു ജനത നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവിനെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ ആ രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. കടം കൊടുക്കുമോ റബ്ബ്? അള്ളാഹ് ചോദിക്കാണ്, എനിക്ക് കടം നൽകുമോ? വിശിഷ്ടമായ കടം, നല്ല കടം, ഹലാലായ സമ്പാദ്യത്തിൽ നിന്നുള്ള കടം നിങ്ങൾ പടച്ചവന് കൊടുക്കുമോ? അങ്ങനെ നിങ്ങൾ കൊടുത്താൽ റബ്ബ് സുബ്ഹാനഹു വതആല നിങ്ങളോട് പറയുന്നത് ഒരു കുറവുമില്ലാതെ അല്ലാഹു യുദാഇഫു ലക്കും, നിങ്ങൾക്ക് പടച്ചവൻ ഇരട്ടിയാക്കി തരും. വയഗ്ഫിർ ലക്കും, നിങ്ങളെ പാപങ്ങളൊക്കെ പടച്ചവൻ കൊടുക്കും. അല്ലാഹു പടച്ചവൻ നന്ദിയുള്ളവൻ, നിങ്ങൾ ചെയ്യുന്ന നന്മയ്ക്ക് നന്ദിയോടെ സ്വീകരിക്കുന്നവനും നന്ദിയോടെ തിരിച്ചു നൽകുന്നവനുമാണ്. ഹലീം, ഔദാര്യവാനാണ്. നിങ്ങൾ എത്ര കൊടുത്തോ അതിൻ്റെ ഇരട്ടിയല്ലാതെ റബ്ബീന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു. നിങ്ങൾ എന്തൊന്ന് റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചോ ഇരട്ടിയല്ലാത്ത കണക്ക് റബ്ബിന്റെ കയ്യിലില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇരട്ടിയാക്കി കൊടുക്കാനാണ്. അത് മാത്രം റബ്ബിന്റെ നടപടിക്രമം, അള്ളാഹിന്റെ നടപടിക്രമം. നമ്മൾ ഒരു ദിക്ർ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ദിക്റിന്റെ ചുരുങ്ങിയത് 10 ദിക്റാണ്. പിന്നെ അതിന്റെ മുകളിലേക്കാണ് 70,000 മുതൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ മുകളിലേക്കാണ്. ഒരു നന്മ നമ്മൾ ചെയ്താൽ റബ്ബ് സുബ്ഹാനഹു വതആല അവനൊരു നന്മ ചെയ്തു എന്ന് രേഖപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിലപാട് ആ റബ്ബ് ചോദിക്കാണ്, ചെലവഴിക്കൂ, കടം നൽകൂ, ഇരട്ടിയാക്കി നിങ്ങൾക്ക് നൽകാം എന്ന റബ്ബ് മുഹമ്മദിന്റെ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയാണ്, ആ അൻതും ഹൗലാ, അല്ലയോ കൂട്ടരെ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. അല്ലാഹു ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് പറ്റി? തുദ്ഔന ലിതുൻഫിഖു ഫീ സബീലില്ലാഹ്, നിങ്ങൾ പടച്ചവന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വിളിക്കപ്പെടുന്നു. അള്ളാന്റെ മാർഗത്തിൽ നിങ്ങളെ ചെലവഴിക്കാൻ വിളിക്കുന്നു, റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കൂ എന്ന് നിങ്ങളോട് പറയുന്നു. എന്നിട്ടോ ഫമിൻകും മയ്യബ്ഖൽ, അവരുടെ കൈകളിൽ നിന്ന്, അവരുടെ പോക്കറ്റിൽ നിന്ന്, അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒന്നും ആ വിളിക്കുത്തരമായി പുറത്തേക്ക് വരുന്നില്ല. പിശുക്ക് പിടിക്കുന്നു. നിങ്ങളിൽ ചിലർ പിശുക്ക് പിടിക്കുന്നു. വമയ്യബ്ഖൽ, ആരാണോ പിശുക്ക് പിടിക്കുന്നവൻ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി, അവന്റെ മാർഗത്തിൽ നിങ്ങളോട് തന്നെയാണ് ആ പിശുക്ക്. വല്ലാഹുൽ ഗനി, ആരാണ് അവൻ? അങ്ങേയറ്റം ആരുടെയും ആശ്രയമില്ലാത്ത തത്വത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഐശ്വര്യവാനാണ്. വഅൻതുമുൽ ഫുഖറാ
വഹിക്കാൻ അറിയുന്നവർ, നിങ്ങളെക്കാൾ വലിയ ഉദ്യോഗങ്ങൾ വഹിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവർ ലോകത്ത് നശിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് പാപ്പരായി മണ്ണിനടിയിലേക്ക് ചേർന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രം ഇത് അവശേഷിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങളെ കൈകളിൽ മാത്രം ഇത് ഭദ്രമായി നിൽക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങളെ കഴിവാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വല്ലാഹുൽ വനിയ്യു വ അൻതുമുൽ ഫുഖറാ. പടച്ചവനാണ് വനി, ഐശ്വര്യമുള്ളവൻ, ധനവാൻ അവനാണ്, അള്ളാഹു മാത്രമാണ്. വ അൻതുമുൽ ഫുഖറാ, നിങ്ങൾ ഫഖീറന്മാരാണ്, ദരിദ്രന്മാരാണ്. പടച്ചവൻ നിങ്ങൾക്ക് നൽകിയത് കൊണ്ടുണ്ടായതാണ്, മിടുക്ക് കൊണ്ടുണ്ടായതല്ല. നമ്മൾ വിചാരിച്ചു പോകും അങ്ങനെയാണ്. നമ്മളെ മിടുക്കുകൊണ്ട് നമ്മൾ കച്ചവടമറിഞ്ഞിറക്കിയപ്പോ കച്ചവടമുണ്ടായി എന്ന് വിചാരിക്കുന്ന ആളുകൾ ആ സമയത്ത് തന്നെ ഇറക്കിയ എത്ര മനുഷ്യന്മാര്, ആ സമയത്ത് തന്നെ നിങ്ങൾ നോക്കൂ. കോവിഡിന്റെ കാലഘട്ടം സാമ്പത്തികമായിട്ട് എക്കണോമിയെ നിയന്ത്രിച്ച കണക്കുകൾ നമ്മൾ എടുത്തു നോക്കൂ. ഒരേ കച്ചവടം നടത്തിയ, ഒരേ സമയത്ത് നടത്തിയവരിൽ പൊട്ടിയവരും വിജയിച്ചവരും, വലിയ കച്ചവടക്കാർ താഴേക്ക് പോയവർ, പിച്ച വെച്ച് നടന്നവർ മുകളിലേക്ക് പോയ കണക്കുകൾ. എന്തെല്ലാം അത്ഭുതപ്പെടുത്തുന്ന എക്കണോമിയാണ് കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് പടച്ചവൻ ഒരുത്തിന് കൊടുക്കാൻ തീരുമാനിച്ചാൽ അവന് കിട്ടിക്കൊണ്ടേയിരിക്കും. ആ തീരുമാനം അള്ളാഹുവിൻ്റെതാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുക, നിങ്ങൾ പിശുക്ക് പിടിച്ചാൽ നിങ്ങൾ ദരിദ്രന്മാരാണെന്ന് മനസ്സിലാക്കിക്കോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യില്ലെന്ന് തീരുമാനിച്ചാൽ പിന്നെ ആ കച്ചവടം കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവാൻ പോണില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, വ ഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തിരിയാണെങ്കിൽ അള്ളാന്റെ മാർഗത്തിലേക്ക് ദാനധർമ്മം ചെയ്യാൻ, നിങ്ങൾക്ക് പടച്ചോൻ നൽകിയതിൽ നിന്ന് ഒരു തരിമ്പ് കൊടുക്കാൻ, മുഴുവൻ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, മുഴുവൻ കൊടുക്കാൻ അല്ല പറഞ്ഞിട്ടില്ല, ഒരല്പം കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ സമ്പാദ്യത്തിന്റെ 2.5% അതാണ് നമുക്ക് വാജിബായിട്ടും നിർബന്ധമായിട്ടും റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടത്. 1,00,000 രൂപ ഒരു വർഷം എൻ്റെ ചെലവുകളെല്ലാം കഴിഞ്ഞ് എനിക്ക് 1,00,000 രൂപ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ ഒരു 2,500 രൂപയാണ് ഞാൻ അതിൽ പടച്ചവൻ്റെ ഭാഗത്തേക്ക്, പിന്നെ നിർബന്ധ ദാനം എന്ന നിലയ്ക്ക്, സക്കാത്ത് എന്ന നിലയ്ക്ക് ഞാൻ മാറ്റിവെക്കേണ്ടത് ഒരു 2,500 രൂപ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അത് കഴിഞ്ഞാൽ നിന്റെ ധനം നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഉപയോഗിക്കാം. പക്ഷേ നിന്റെ മുൻപിൽ പ്രയാസപ്പെടുന്നവരെ അവഗണിക്കാൻ പറ്റില്ല. നിന്റെ കുടുംബത്തിൽ, നിന്റെ രക്തബന്ധത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ വിസ്മരിച്ചുകൊണ്ട് നീ സുഖലോലുഭനായി കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല കണക്ക് ചോദിക്കും. എനിക്ക് ധാരാളം പണമുണ്ട്, പക്ഷേ എൻ്റെ അനിയൻ, എൻ്റെ പെങ്ങൾ, എൻ്റെ അമ്മാവൻ അവരൊക്കെ ദുരിതക്കെണിയിലാണ്, അവരൊക്കെ ദാരിദ്ര്യത്തിലാണ്, അവരൊക്കെ പ്രയാസത്തിലാണ്. എൻ്റെ ധനം ഞാൻ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെതാണ് എന്ന് ഞാൻ പറയുന്നു. ഇതിനൊരു കണക്കില്ല. ഞാൻ എൻ്റെ ദുനിയാവിൽ ജീവിച്ചപ്പോൾ എൻ്റെ മക്കൾക്ക് ഏറ്റവും ആവശ്യമുള്ള വിദ്യാഭ്യാസം ഞാൻ കൊടുത്തു. എൻ്റെ കുടുംബത്തിന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ കൊടുത്തു. എൻ്റെ കുടുംബത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ വളർത്തി. അതേ സമയത്ത് എൻ്റെ രക്ഷത്തിൽ എൻ്റെ അനിയൻ, അവന് ദാരിദ്ര്യമാണ്, അവൻ്റെ മക്കൾ നേരെ ചൊവ്വയുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, അവൻ്റെ മക്കൾക്ക് ഭക്ഷണങ്ങൾ അവരാഗ്രഹിച്ചത് കിട്ടിയിട്ടില്ല, നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ല, നല്ല ചികിത്സകൾ കിട്ടിയിട്ടില്ല, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാതെ എൻ്റെ സ്വന്തം സഹോദരൻ അവൻ്റെ കുടുംബവുമായിട്ട് ഞാൻ സുഖിച്ച് ജീവിച്ച ദുനിയാവിൽ അവൻ പ്രയാസപ്പെട്ട് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അല്ലാഹ് ഇത് ചോദിക്കൂലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അല്ലാഹ് ഇത് ചോദിക്കൂലേ? ഞാൻ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞ് ബാക്കി എൻ്റെ ധനമാണ്. ആലോചിച്ചോളൂ, നമുക്ക് സുഖിക്കാൻ, നമുക്ക് അനുഭവിക്കാൻ ധനം ധാരാളമുണ്ടെങ്കിൽ ആ ധനത്തിന് നമ്മൾ സുഖിച്ചു കൊണ്ടിരിക്കെ നമ്മുടെ രക്തത്തിൽ ആരെങ്കിലും ദുരിതം അനുഭവിക്കുമ്പോൾ ഒരു കൈത്താങ് അതിലേക്ക് വെക്കാത്ത മനുഷ്യന്മാര് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തെ ഭയപ്പെടുന്നില്ലേ? ഭയപ്പെടണം. വിശ്വാസിയെ സംബന്ധിച്ച് ഭയപ്പെടണം. വ ഇൻ തവല്ലൗ, നിങ്ങൾ പടച്ചവൻ പറഞ്ഞതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, പടച്ചവൻ വേറെ ജനതയെ നിങ്ങൾക്ക് പകരമായി കൊണ്ടുവരും. അള്ളാന്റെ ഇഷ്ട ജനത,
എന്ന പദവിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മാറ്റും. എന്നിട്ട് വേറെ ജനതയെ കൊണ്ടുവരും. സുമ്മ ലാ യകൂനു അംസാലക്കും, അവരൊരിക്കലും അംസാലുക്കും, ഒരിക്കലും നിങ്ങളെ പോലെ ആയിരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അള്ളാന്റെ ഒരു വെല്ലുവിളി ഇവിടെ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയോട് വെല്ലുവിളിയോടെ സംസാരിച്ചാണ്, നിങ്ങൾ ചെലവഴിച്ചോളണം. ഇതാണ് അള്ളാഹ് രണ്ടാമത് നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആവശ്യത്തെ എങ്ങനെ നമ്മൾ പരിഗണിച്ചു? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, അൻ അസ്മാ റളിയല്ലാഹു അൻഹ ഖാലത്ത്, അസ്മാ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇൻഫഹി ഔ ഇൻളഹി ഔ അൻഫിഖി. മൂന്നും ഒരേ അർത്ഥത്തിലാണ്. നീ ധാരാളം ദാനം ചെയ്യുക, കണക്ക് നോക്കാതെ ദാനം ചെയ്യുക, നീ പടച്ചവന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. വലാ തുഹ്സി, നീ എണ്ണി കണക്കാക്കി വെക്കരുത്. ദാനധർമ്മം ചെയ്യാത്ത എന്റെ സ്വന്തം പേഴ്സണൽ ആവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് ദാനധർമ്മം ചെയ്യാതെ ധനം എണ്ണി കണക്കാക്കി നീ വെക്കരുത്. നിന്റെ ബാങ്ക് ബാലൻസിൽ ഉണ്ടാവരുത്, നിന്റെ അലമാരിയിൽ ഉണ്ടാവരുത്, നിന്റെ ഷെൽഫുകളിൽ ഉണ്ടാവരുത്. അങ്ങനെ ഇത് എനിക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് ഫയുഹ്സിയല്ലാഹു അലൈക്, എങ്കിൽ അല്ലാഹ് നിനക്ക് തരുന്നതും ഇനി എണ്ണിക്കണക്കാക്കും. എണ്ണിക്കണക്കാക്കി മാറ്റിവെക്കരുത്, കൊടുക്കാതെ മാറ്റിവെക്കരുത്, കൊടുക്കാൻ എണ്ണിക്കണക്കാക്കാം. കൊടുക്കാതിരിക്കാൻ നീ എണ്ണിക്കണക്കാക്കരുത്. വലാ തുഈ ഫയുഇയല്ലാഹു അലൈക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ധനം ചെലവ് ചെയ്യാതെ നീ കെട്ടിപ്പൂട്ടി വെക്കരുത്. അങ്ങനെ നീ കെട്ടിപ്പൂട്ടി വെച്ചാൽ ഫയുഇയല്ലാഹു അലൈക്, നിനക്കുള്ളത് അള്ളയും കെട്ടിപ്പൂട്ടി വെക്കും. നിനക്കുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല കെട്ടിപ്പൂട്ടി വെക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്മാ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതായിട്ട് അസ്മാ റളിയല്ലാഹു നമ്മൾ അറിയിക്കുക. അതുകൊണ്ട് വിശ്വാസികളെ, ധനം ചെലവഴിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പന കേട്ടിട്ട് ആ കൽപ്പന അതിൽ നിന്ന് എൻ്റെ ധനം കുറയും, അതാണ് നമ്മളെ പേടി. എന്താ നമ്മൾ ദാനം ധർമ്മം ചെയ്യാത്തത്? ബുഖ്ല് വരുന്നത് കൊണ്ടാണ്, പിശുക്ക് വരുന്നത് കൊണ്ടാണ്. അത് കുറഞ്ഞു പോകും. ഞാൻ എടുത്തു വെച്ചത്, സൂക്ഷിച്ചു വെച്ചത്, ശേഖരിച്ചു വെച്ചത്, അതിന് കുറവ് വരും. ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച റിപ്പോർട്ട്, യാ ഇബ്നു ആദം ഉൻഫിഖ് അലൈക്, അല്ലയോ ആദമിന്റെ മകനെ മനുഷ്യ, നീ ചെലവഴിക്ക്. അൻഫിഖ്, നീ ചെലവഴിക്ക്. ഉൻഫിഖ് അലൈക്, എങ്കിൽ നിനക്ക് മേൽ ചെലവഴിക്കപ്പെടും. ധനം കിട്ടുന്നതിന്റെ മാർഗാണത്, നമ്മൾ മനസ്സിലാക്കിക്കോ. ഒരുത്തന് കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ, ലാഭം ഉണ്ടാവണമെങ്കിൽ, അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ, ഒരുത്തന് ഉപജീവന മാർഗം വിശാലമാകണമെങ്കിൽ, ഒരുത്തനെ സംബന്ധിച്ച് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ധനമുണ്ടാകണമെങ്കിൽ, അത്യാവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന ധനം ഉണ്ടാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സബബാക്കിയിരിക്കുന്നു, കാരണമാക്കിയിരിക്കുന്നു ദാനം ചെയ്യല്, പടച്ചവന്റെ മാർഗത്തിൽ കൊടുക്കല്, നിർധനരായ ആളുകൾക്ക്, കുടുംബക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, അഗതികൾക്ക്, അനാഥകൾക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സംരംഭങ്ങൾക്ക് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതൊരു മാർഗമാണ്, വസീലയാണ്, അതൊരു സബബാണ്. നിന്റെ സ്വത്ത് വർദ്ധിക്കാനുള്ളത്, നിന്റെ കച്ചവടം ബർക്കത്താവാനുള്ളത്, നിനക്ക് ലാഭമുണ്ടാകാനുള്ളത്, അത് ഈമാനാണ്. നമ്മൾ എക്കണോമി അല്ല ഇത്, നമ്മൾ എക്കണോമിക്സ് അല്ലത്. നമ്മൾ എക്കണോമിക്സ് അനുസരിച്ച് ലാഭം ഉണ്ടാവണമെങ്കിൽ ചിലപ്പോൾ പലിശ വാങ്ങണം എന്നവരെ പഠിപ്പിക്കുന്ന എക്കണോമിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ള ഈമാന്റെ എക്കണോമിക്സാ. ഈമാനിന്റെ എക്കണോമിക്സ്, എങ്ങനെ ധനം വർദ്ധിപ്പിക്കാം, എങ്ങനെ കച്ചവടം ലാഭമുണ്ടാക്കാം, എങ്ങനെയാണ് സാലറി വർദ്ധിപ്പിക്കുക. യാ ആയിഷ, അല്ലയോ ആയിഷ, ലാ തൂഖി, നീ പൂഴ്ത്തി വെക്കരുത്, ഒളിപ്പിച്ചു വെക്കരുത്, നിനക്ക് മാത്രമായി വെക്കരുത്. ഫയൂക അലൈക്, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കുള്ളതും പൂഴ്ത്തിക്കളയും. അൻഫിഖി, നീ എന്ത് ചെയ്യുക, ധനം ചെലവഴിക്കുക. യുൻഫിഖ് അലൈക്, എങ്കിൽ അല്ലാഹു നിന്റെ മേൽ ധനം ചെലവഴിക്കും. ഈമാനിന്റെ എക്കണോമിക്സ് ആണ്. മനസ്സിലായോ? ഇത് നമുക്ക് ഉറപ്പുണ്ടോ? നമ്മൾക്ക് ഉറപ്പുണ്ടോ കൊടുത്താൽ കിട്ടുന്നുള്ളത്? നിങ്ങൾ നോക്കൂ, നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. റബ്ബാണ് ഇത് പറഞ്ഞത്. കൊടുത്തവർ മുഴുവൻ വാങ്ങിയിട്ടുണ്ട്, ഇരട്ടിയായി ദുനിയാവിലും പരലോകത്തും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ദാനം ചെയ്യേണ്ടത്.
ബിസ്മില്ലാ, ഇതെനിക്ക് കിട്ടും, തിരിച്ചിരട്ടായി കിട്ടുന്ന ഈമാനോടെ നിങ്ങൾ കൊടുത്തു നോക്കൂ. നിങ്ങളെ കച്ചവടത്തിൽ അത് തിരിച്ചു കിട്ടണ കാണാം. നിങ്ങളെ പിന്നെ ശമ്പളത്തിൽ അതിൻ്റെ വർധനവ് കാണാം. വേണ്ട, നിങ്ങളെ ചെലവുകളെ അല്ല ചുരുക്കിക്കളയും. ചെലവാണല്ലോ നമ്മളെ പ്രശ്നം. ഇനി എത്ര പണം ഉണ്ടെങ്കിലും ഒരു അസുഖമായി ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം നമ്മൾ കിടന്നാൽ കഴിഞ്ഞല്ലോ, നമ്മൾ ദരിദ്രരായി. നമ്മളെ സാമ്പത്തിക രേഖ അങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു കാര്യപ്പെട്ട അസുഖവുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നാൽ കഴിഞ്ഞു. കിടപ്പാടം വിറ്റവനായി, കിടപ്പാടം പോയി, അവന്റെ ജീവിത വരുമാനങ്ങൾ പോയി, അവന്റെ സാമ്പത്തിക അഭിവൃദ്ധി പോയി. ഒരസുഖം മതി. പടച്ചോൻ അവിടെ നിന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാണ്. അതെന്തിന്റെ പേരിലാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? നീ ഇങ്ങനെ നിന്റെ പിന്നെ ശരീരം എപ്പോഴും ചെക്കപ്പ് നടത്തി നിനക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ ഇങ്ങനെ കൃത്യമായിട്ട് നിന്റെ ശരീരത്തിലേക്ക് നീ ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങൾ മാറുമോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആല നിന്റെ അസുഖം തന്നാലും നിനക്ക് സമാധാനം നൽകും. ചിലപ്പോൾ നിനക്ക് അസുഖം നൽകാതെ സമാധാനം നൽകും. രണ്ടുണ്ടാവും കേട്ടോ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ചിലപ്പോൾ നമുക്ക് അസുഖമാണ് നല്ലത്. പടച്ചവനെ ഓർക്കാനും നമ്മൾ പിടിവിട്ട് പ്രവർത്തിക്കാതിരിക്കാനും നമ്മളിങ്ങനെ പുളകം കൊള്ളാതിരിക്കാനും ചില അസുഖങ്ങൾ നല്ലതാണ്. എന്നാൽ ആ അസുഖങ്ങൾ നിന്നെ ഉപദ്രവിക്കില്ല. നിന്നെ എപ്പോഴും വാൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ നിനക്കുണ്ടാവും. നീ മതിമറക്കാതിരിക്കാൻ. അങ്ങനത്തെ അസുഖമാണെങ്കിൽ ഹൈറാണ് ആ അസുഖം. പക്ഷെ നിന്റെ അസുഖങ്ങൾ നിന്നെ ഉപദ്രവിച്ചു തുടങ്ങിയാൽ, നിന്റെ ജീവിതത്തെ തടസ്സപ്പെടുത്തിയാൽ, നിന്റെ ധനം ഒരു പക്ഷേ അത് പരിഹരിക്കാനോ അത് ട്രീറ്റ്മെന്റ് ചെയ്യാനോ ചികിത്സിക്കാനോ ഒന്നും നിനക്ക് പോരാതെ വന്നേക്കും. അങ്ങനെ പോരാതെ വന്ന മനുഷ്യന്മാരുണ്ട്. ഈ കേരളത്തിൽ ഏറ്റവും അധികം മനുഷ്യന്മാരുടെ കിടപ്പാടം കൊണ്ടുപോയത് അവരുടെ ചെക്കപ്പുകളിൽ തെളിഞ്ഞ അവരുടെ അസുഖങ്ങളാണ്. അവൾ നോക്കൂ, ഇപ്പോഴും ഈ തൊട്ടടുത്ത ഹോസ്പിറ്റലുകളിലേക്ക് പോയ മനുഷ്യന്മാരുണ്ട്. ചെക്കപ്പ് ചെയ്യാൻ പോയതാണ്, ഒരു മുഴ കണ്ടിട്ട് പോയതാണ്, ഒരു വടു കണ്ടിട്ട് പോയതാണ്, ഒരു കളറ് മാറ്റം കണ്ടിട്ട് പോയതാണ്, ഒരു വേദന കണ്ടിട്ട് പോയതാണ്, വേദന ഇല്ലാത്തത് കണ്ടിട്ട് പോയതാണ്. അവിടെ പോയപ്പോഴാണ് അത് ക്യാൻസറിന്റെ 3ാമത്തെ സ്റ്റേജാണ്. അവന്റെ ലിവറിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രയാസത്തിലെത്തിയിരിക്കുന്നു. അവന്റെ കിഡ്നി പ്രവർത്തനരഹിതമായിരിക്കുന്നു. പിന്നത്തെ അവസ്ഥ എന്താ? എഴയുകയാണ് മനുഷ്യന്മാര്. അവന്റെ സമ്പാദ്യവും പോകുന്നു, അവന്റെ സമാധാനം പോകുന്നു, അവന്റെ സന്തോഷം പോകുന്നു. ഇത്രയുള്ളൂ നീ മനുഷ്യ, നീ ഇത്രയുള്ളൂ. ആ നീയാണ് അള്ളാന്റെ മാർഗത്തിൽ കൂടപ്പിറപ്പുകൾ പ്രയാസപ്പെടുന്നത് കണ്ടിട്ട്. ചില ആളുകൾ അങ്ങനെയാണ്. കൂടപ്പിറപ്പുകൾക്ക് ദാനം കൊടുക്കണ പണിയില്ല, കുടുംബക്കാർക്ക് കൊടുക്കണ പണിയില്ല, നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കണ ചില ആൾക്കാരുണ്ടാവും. നാട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കും, ചിലപ്പോൾ ഫ്ലക്സും വെക്കും. നാട്ടിലുള്ളവർക്ക് കൊടുക്കുക. സ്വന്തം രക്തത്തിലുള്ളവൻ, കൂടപ്പിറപ്പുകൾ, അവിടുന്ന് ആരംഭിക്കാനാ റസൂലുള്ള പറഞ്ഞത്. നീ ദാനധർമ്മം ആരംഭിക്കേണ്ടത് എവിടുന്ന? ദാനധർമ്മം ആരംഭിക്കേണ്ടത് മഹല്ലിൽ നിന്നല്ല. ദാനധർമ്മം ആരംഭിക്കേണ്ടത് നിന്റെ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്. അവിടെ നിന്ന് തുടങ്ങ്. നീ ആരംഭിക്കേ. സ്വന്തം മഹലിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനധർമ്മത്തെ പറ്റി പറഞ്ഞു. നമ്മൾ സംഘടനയെ ആരംഭിക്കൂ, മഹല്ലിനെ ആരംഭിക്കൂ. നമ്മളല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ചാരിറ്റി പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ ആരംഭിക്കൂ. സ്വന്തം രക്തബന്ധു, കുടുംബം, സ്വന്തം കൂടപ്പിറപ്പുകൾ പ്രയാസപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ കൊടുത്താൽ അറിയലുകൾ ഉണ്ടാവൂല, അവിടെ കൊടുത്താൽ അഭിനന്ദനങ്ങൾ ഉണ്ടാവണമെന്നില്ല, അവിടെ കൊടുത്താൽ പരസ്യം ഉണ്ടാവൂല. അത്തരം ദാനങ്ങൾ നരകത്തിലേക്ക് പോകുന്ന ദാനങ്ങളായിരിക്കും. അതുകൊണ്ട് സ്വന്തം കുടുംബത്തെ നോക്കിയിട്ട്, സ്വന്തം കുടുംബത്തിന്റെ പിന്നെ സ്വന്തം കൂട്ടാദികളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വിശ്വാസി അവന്റെ ധനം ഉപയോഗിക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞത്, ഞാൻ സുഖിച്ചപ്പോൾ എൻ്റെ രക്തബന്ധുക്കൾ നരകിക്കുകയായിരുന്നു എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാ. അത്ര നമ്മൾ ആലോചിച്ചാൽ ഞാൻ സുഖിച്ച സമയത്ത്, ഞാൻ ആസ്വദിച്ച സമയത്ത്, ഞാൻ അർമാദിച്ച സമയത്ത്, ഞാൻ സുഖലോലുബ്ധയിൽ വിഹരിച്ച സമയത്ത് എൻ്റെ കൂടപ്പിറപ്പുകൾ അവർ പട്ടിണിയിലായിരുന്നോ, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത പ്രയാസത്തിലായിരുന്നോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാം. ഓരോരുത്തരും ഇന്ന് ആലോചിക്കാം. എന്താണ് എൻ്റെ അനിയൻ്റെ കഥ? നമുക്ക് പല പറയണ്ടാവും. അവൻ എന്നെ പോലെ കച്ചവടം ചെയ്ത് മിടുക്കനായില്ല, അവൻ എന്നെ പോലെ അധ്വാനിക്കാൻ
പിന്നെ ഉന്മേഷം ഉണ്ടായില്ല, മടിയാണ്, അതാണ് ഇതാണ് എല്ലാം നമുക്ക് പറയാനുണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ മക്കൾ ഭക്ഷണം ഇല്ലാണ്ട് പ്രയാസപ്പെടാണ്. നമ്മുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കുമ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും കിട്ടാത്ത അവസ്ഥയിൽ, അത് കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ്റെ മക്കളെയും കൊണ്ട് നടക്കുന്നു. ഈ സ്ഥിതിവിശേഷമുണ്ടോ? നമ്മുടെ മക്കൾ നല്ല ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ ഇവൻ്റെ മക്കൾ ഏറ്റവും മോശപ്പെട്ട ചികിത്സയുമായി അസുഖത്തിന് യാതൊരു മാറ്റവുമില്ലാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, സ്വർഗം അത്തരക്കാർക്ക് വേണ്ടി അത് ഒരുക്കി വെച്ചതല്ല. സ്വർഗം അത്തരക്കാർക്ക് ഒരുക്കി വെച്ചതല്ല. സ്വർഗത്തിന് വേണ്ടി എന്തെല്ലാം കൊടുക്കാൻ തയ്യാറുണ്ടോ അവർക്കുള്ളതാണ് സ്വർഗം. രണ്ടേ ആവശ്യം അള്ളാഹ് നമ്മോട് ചോദിച്ചിട്ടുള്ളൂ. ഒന്ന്, പടച്ചവന്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുക, ജിഹാദ് ചെയ്യുക, ദഅവത്ത് നടത്തുക. ജിഹാദ് ചെയ്യണമെങ്കിൽ ഖലീഫ വേണം, നമുക്ക് ജിഹാദ് ബാധ്യതയില്ല. എന്നാൽ ദഅവത്ത് നമുക്ക് ബാധ്യതയുണ്ട്. അള്ളാഹിൻ്റെ ദീനിൻ്റെ പ്രബോധനം, പ്രചാരണം എത്ര സാധിക്കുമോ അത്ര ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ അള്ളാഹ് പറഞ്ഞത് എന്താ? ഇൻ തുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, പടച്ചവന് നിങ്ങൾ നല്ല ഒരു കടം കൊടുക്കുമോ, യുളാഇഫു ലക്കും വയഗ്ഫിർ ലക്കും, പടച്ചവൻ നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരും, പടച്ചവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വല്ലാഹു ശുക്കൂറുൻ ഹലീം, അള്ളാഹു അങ്ങേയറ്റം നന്ദിയുള്ളവനും അങ്ങേയറ്റം ഔദാര്യമുള്ളവനുമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തോളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു. രണ്ടേ ആവശ്യം. ഈ രണ്ടാവശ്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ആ ആവശ്യങ്ങൾ നൽകുന്നത്, നിർവഹിക്കുന്നത് എന്ന് സ്വയം നമ്മൾ ആലോചിക്കുക. ഈ രണ്ടേ ആവശ്യത്തിൽ നമ്മൾ പിറകിലാണെങ്കിൽ പരലോകത്ത് നമ്മൾ പിറകിലായിരിക്കും എന്ന് നമ്മൾ സൂക്ഷിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه والصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ റസൂല് ധാരാളം ദിക്റുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി, നരകമോചനം ലഭിക്കുന്നതിന് വേണ്ടി, അവന് ബർക്കത്തുണ്ടാവുന്നതിന് വേണ്ടി, അവന് പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നതിന് വേണ്ടി, അങ്ങനെ വിവിധ രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല അവൻ്റെ പ്രവാചകനിലൂടെയും അവൻ്റെ ഗ്രന്ഥത്തിലൂടെയും നമുക്ക് ധാരാളം ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിക്റുകളെയൊക്കെ അതിൻ്റെ ഒരു ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. ഞാനൊരു ദിക്ർ, അതിൻ്റെ ഒരു ചരിത്രം ഇമാം അബൂദാവൂദും ഇമാം തുർമുദിയും ഇമാം നസായിയും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താണ്. അൻ അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു യഖൂൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹാബി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് അബാൻ ഇബ്നു ഉസ്മാൻ പറയുകയാണ്. അബാൻ ഇബ്നു ഉസ്മാൻ പറയാണ്, എന്നോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർള് വലാ ഫിസ് സമാഅ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ, അല്ലാഹുവിൻ്റെ നാമത്തോടൊപ്പം വേറെ ഒന്നും പിന്നെ ഉപദ്രവമുണ്ടാക്കില്ല. ഫിൽ അർള് വലാ ഫിസ് സമാഅ, ആകാശത്തിലായാലും ഭൂമിയിലായാലും പടച്ചവൻ്റെ നാമം സ്മരിക്കപ്പെട്ടാൽ പിന്നെ വേറെ ഒന്നും ഉപദ്രവിക്കാത്ത ആ നാമം, ഒന്നിൻ്റെയും ഉപദ്രവത്തെ എന്നെ മേൽ ഏൽപ്പിക്കാത്ത ആ നാമത്തെ തൊട്ട് ഒരാൾ ദിക്ർ ചെയ്യാണ്. വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന ആ ദിക്ർ ചൊല്ലിയാൽ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർള് വലാ ഫിസ് സമാഅ
വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ സലാസ മറാത്തിൻ 3 തവണ അവൻ അത് ചൊല്ലിക്കഴിഞ്ഞാൽ ലം യുസിബ്ഹു ഫജ്അതു ബിലാഇൻ അവനെ പെട്ടെന്നൊരു വിപത്ത് പിന്നെ അവനെ ബാധിക്കൂല, പെട്ടെന്നൊരു ആപത്ത് അവൻ ഉണ്ടാവൂല. ഈ ദിക്ർ അവൻ 3 തവണ ചൊല്ലിയാൽ ഹത്താ യുസ്ബിഹ പ്രഭാതം വരെ പിന്നെ അവന് പെട്ടെന്നൊരു വിപത്ത് ഉണ്ടാവൂല. അവൻ അറിയാതെ ശ്രദ്ധിക്കാതെ അബദ്ധത്തിൽ ഒരു വിപത്ത് പെട്ടെന്ന് അവനെ ബാധിക്കൂല. ഈ ദിക്ർ ചൊല്ലിയാൽ പ്രഭാതം വരെ എന്ന് പറഞ്ഞാൽ പ്രദോഷത്തിൽ ചൊല്ലിയാൽ പ്രഭാതം വരെ അവനക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവൂല. വമൻ ഖാലഹ ഹീന യുസ്ബിഹു സലാസ മറാത്തിൻ ആരെങ്കിലും 3 തവണ സുബഹിക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ദിക്ർ ചെയ്യാനിരിക്കുമല്ലോ, ആ സമയത്ത് ആരെങ്കിലും ഇത് 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ലം യുസിബ്ഹു ഫജ്അതു ബലാഇൻ ഹത്താ യുംസിയ വൈകുന്നേരം വരെ പ്രദോഷം വരെ അസർ നമസ്കാരത്തിന്റെ ശേഷമുള്ള സമയം വരെ അവനെ വേറെ ഒരു വിപത്തും ബാധിക്കില്ല. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ വേറൊരു വിപത്തും ബാധിക്കില്ല. ഇത് പറയുന്നത് ആരാണ്? അബാൻ ഇബ്നു ഉസ്മാൻ എന്ന് പറയുന്ന താബിഈയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഖാൽ ഫഅസ്വാബ അബാൻ ഇബ്നു ഉസ്മാൻ അൽ ഫാലിജ്. ഈ അബാ ഇബ്നു ഉസ്മാൻ ആണെങ്കിൽ പക്ഷാഘാതം ബാധിച്ച് കിടക്കുമ്പോഴാണ് ഈ ദിക്റിനെ പറ്റിയിട്ട് പറയുന്നത്. അദ്ദേഹത്തിന് പക്ഷാഘാതം വന്ന് സ്ട്രോക്ക് വന്ന് അദ്ദേഹം ഒരു ഭാഗം തളർന്ന് കിടക്കുന്ന സമയത്താണ് ഈ ഹദീസ് പറയുന്നത്. ഫജഅല അർ-റജുലു അല്ലദീ സമിഅ മിൻഹുൽ ഹദീസ് യൻദുറു ഇലൈഹി. ഈ ഹദീസ് ഇദ്ദേഹം പറയുന്ന കേട്ടപ്പോൾ ഇത് കേൾക്കുന്ന ഒരു മനുഷ്യൻ ഇയാളെ തന്നെ ഇങ്ങനെ നോക്കി. ഈ ദിക്ർ പെട്ടെന്നൊരു ആപത്തുണ്ടാവില്ല എന്ന് ഇയാൾ പഠിപ്പിച്ചിരുന്നു. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹം എന്ത് ചെയ്യാണ്? പക്ഷാഘാതം ഏറ്റിട്ട് തളർന്നു കിടക്കണം. ഇങ്ങനെ നോക്കണ കണ്ടപ്പോൾ അബാൻ ഇബ്നു ഉസ്മാൻ മനസ്സിലായി. ഫഖാല ലഹു അദ്ദേഹം ഈ മനുഷ്യനോട് ചോദിച്ചു, മാലക് നിനക്ക് എന്ത് പറ്റി? തൻദുർ ഇലയ്യ എന്തിനാ എന്നെ നീ നോക്കണത്? ഈ ഹദീസ് പറഞ്ഞപ്പോൾ നീ എന്തിനാ എന്നെ നോക്കണം? ഫവല്ലാഹി മാ കദബ്തു അലാ ഉസ്മാൻ ഉസ്മാന്റെ മേൽ ഞാൻ നുണ പറഞ്ഞിട്ടില്ല. വലാ കദബ ഉസ്മാനു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിന്റെ മേൽ ഉസ്മാനും നുണ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് നിനക്കറിയോ? വലാകിന്നൽ യൗം അല്ലദീ അസോബനി ഫീഹി എനിക്കിത് ബാധിച്ച ഈ പക്ഷാഘാതം ബാധിച്ച ദിവസം ഉണ്ടല്ലോ, മാ അസോബനി ഗളിബ്തു ഞാൻ അന്ന് വളരെ കോപിഷ്ഠനായിരുന്നു, എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് എനിക്ക് ദേഷ്യം വന്നു നിൽക്കുന്ന സമയമായിരുന്നു. ഫനസീതു അൻ അഖൂലഹ അന്ന് ഞാൻ ഈ ദിക്ർ ചെയ്യാൻ മറന്നുപോയി, അന്നാണ് എനിക്ക് ഈ വിപത്ത് ബാധിച്ചത്. അദ്ദേഹം പറഞ്ഞു കൊടുക്കാം. ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം എന്താണ്? അദ്ദേഹം ജീവിതത്തിൽ ദിക്ർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രശ്നവും അദ്ദേഹത്തിനെ ബാധിച്ചില്ല. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർള് വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന ദിക്ർ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രയാസം അദ്ദേഹത്തിനെ ബാധിച്ചില്ല. അള്ളാഹു പല പ്രശ്നങ്ങളെയും തൊട്ട് തടഞ്ഞു. അദ്ദേഹം ഒരു ദിവസം മറന്നുപോയ ദിവസമാണ്, ഇത് ചൊല്ലാൻ മറന്ന ദിവസമാണ് അദ്ദേഹത്തിന് പക്ഷാഘാതം ഉണ്ടായത്, അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായത്. എന്നിട്ടും അദ്ദേഹം പറയാണ് ഈ ദിക്ർ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് ആളുകൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് സംഭവിച്ചത്, ഈ ദിക്റിനെ ചെറുതായി കാണണ്ടാന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. ഇത് നമുക്കൊരു അനുഭവമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ദിക്റുകൾ ഈമാനോടെ ചൊല്ലിക്കൊണ്ടിരിക്കണം, ഈമാനോടെ ചൊല്ലിക്കൊണ്ടിരിക്കണം. ആ ദിക്റുകൾ നമുക്ക് പരലോകത്തെ പ്രതിഫലം മാത്രമല്ല, ഇഹലോകത്തെ പ്രൊട്ടക്ഷൻ കൂടി ആ ദിക്റുകൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മളെ ബാധിക്കുന്ന ഒരു മാരകമായ രോഗം, ആരംഭിക്കുന്ന ഒരു രോഗം, ആ രോഗം അല്പ ദിവസങ്ങൾ നീണ്ടാൽ അതിൻ്റെ ഏറ്റവും മൂർധന്യമായ സ്റ്റേജിലേക്ക് നമ്മൾ പോകും. പിന്നെ നമ്മളെ കയ്യിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ടാവില്ല. ഈ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ അത് പ്രൊട്ടക്റ്റ് ചെയ്തേക്കും. നമ്മളെ ബാധിക്കാൻ പോകുന്ന വിപത്തുകളിൽ നിന്നും പലതിൽ നിന്നും ഈ ദിക്ർ ചെയ്യുന്ന മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രൊട്ടക്റ്റ് ചെയ്യും. അത് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന ഈമാനോടെ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒരു വിശ്വാസി ചെയ്യേണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച എല്ലാ ദിക്റുകളും ഈമാനോടെ വിശ്വസ്തയോടെ അത് ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അതിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിച്ച രണ്ട് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ റബ്ബിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അത് ചെയ്യാൻ, കൊടുക്കാൻ, നൽകാനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ ബർക്കത്ത് ഇഹത്തിലും പരത്തിലും അനുഭവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും തിന്മകളും അള്ളാഹു ഒന്നുമില്ലാതെ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരന്മാർ, സഹപ്രവർത്തകർ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ഗുരുനാഥന്മാർ, എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തിരുന്ന ആളുകൾ പലരും മരണപ്പെട്ടു പോയി. നമുക്ക് വേണ്ടി പല സൗകര്യങ്ങളും ഒരുക്കി വെച്ച് ആ സൗകര്യങ്ങൾ നമ്മളിപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ഖബറിലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇവിടെയുള്ള അടിമകളുടെ ഇബാദത്തിൻ്റെ എല്ലാ ഓഹരികളും അതിൻ്റെ പ്രതിഫലവും അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. സൽക്കർമ്മങ്ങളുടെ ഓഹരി അല്ലാഹു അവർക്കും കൂടി പകരം കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം അവർ ചെയ്തതുപോലെ നന്മകൾ ചെയ്തുകൊണ്ട് ഖബറിലേക്കുള്ള സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ട് ഇഹലോകത്ത് നിന്ന് വിട പറയുന്ന ആളുകളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഖബറിൽ ഒറ്റക്ക് കിടക്കുമ്പോൾ ദുനിയാവിൽ നിന്ന് നമ്മൾ ചെയ്തു വെച്ച നന്മയുടെ ഓഹരി നമ്മുടെ ഖബറിലേക്ക് പ്രകാശമായി, പരിമളമായി കടന്നു വരാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منه الأموات إنك مجيب دعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.